വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. ശനിയാഴ്ച ബാങ്ക് ഹാളിലായിരുന്നു പ്രോഗ്രാം. കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് വി സലീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അനേകം ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിന്റെ കരുത്തും കരുതലുമായി മാറിയ വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ബാങ്ക് ഹാളിലായിരുന്നു അവാർഡ് ദാന ചടങ്ങുകൾ. സമ്മേളനത്തിൽ വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും കുന്നത്തുനാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ MI ബീരാസ് അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് വി സലീം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അത് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, SSLC+2 എന്നെല്ലാം പറയുന്നത് ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ നാഴികക്കല്ലായതുകൊണ്ട് തന്നെ അതില് മികച്ച വിജയം അവർക്ക് കരസ്ഥമാക്കുന്നു എന്ന് പറയുമ്പോൾ SSLC+2 നേടിയതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഇതിനേക്കാൾ ഉയർന്ന മേഖലയിലേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അവരാ പുതിയ മേഖലയിലേക്ക്, ഉയർന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് അവർക്കുള്ള വലിയൊരു അംഗീകാരവും പിന്തുണ കൂടിയാണ്. ഈ നാട് അവരുടെ ജീവിതത്തിലെ വിജയത്തിൽ കൂടെയുണ്ട് എന്ന് അവർക്ക് ഉറപ്പു നൽകുന്ന ഒരു അംഗീകാരം കൂടിയാണ് നമ്മുടെ സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഈ അനുമോദനം എന്നുള്ളത്. ആ നിലയിൽ ആ കുട്ടികൾ ഈ വിജയം കരസ്ഥമാക്കി എന്ന് പറഞ്ഞതുപോലെ അവരുടെ വലിയൊരു അധ്വാനമുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ നിലയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഊണും ഉറക്കവും വിനോദവും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് അവരെ ഒന്ന് മുഖം പാടുമ്പോൾ അവരെ പഠനത്തിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ എന്ന് ആശങ്കപ്പെടുന്ന അവരുടെ രക്ഷിതാക്കൾ, അവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായാൽ അതിനേക്കാൾ വലിയ ടെൻഷൻ അടിക്കുന്ന രക്ഷിതാക്കളും, തൻ്റെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പഠനത്തിൽ കുഴപ്പമുണ്ടോ എന്ന് ടെൻഷൻ അടിക്കുന്ന അധ്യാപകരും എല്ലാം ഇവരുടെയൊക്കെ ഒരു കൂട്ടായ പരിശ്രമമാണ് ഈ കുട്ടികളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. MG യൂണിവേഴ്സിറ്റി B.Ed പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ റെജി വർഗീസിനെ വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷമിത ഷെരീഫ് ആദരിച്ചു. വെങ്ങോല പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയ്സി ബിബിൻ പ്രതിഭാ പുരസ്കാര വിതരണം നിർവഹിച്ചു. അതിരടി എന്ന സിനിമയിൽ അഭിനയിച്ച യദു കൃഷ്ണൻ, MG യൂണിവേഴ്സിറ്റി B.Ed പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ AG വർഗീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ മികച്ച പ്രകടനത്തിന് രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ ആതിര മനേഷ് എന്നിവർ ആദരം ഏറ്റുവാങ്ങി. ബാങ്ക് വൈസ് പ്രസിഡന്റ് AS അനിൽകുമാർ, ബാങ്ക് ഭരണസമിതി അംഗം KN രാജൻ, പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, CPIM ഏരിയ കമ്മിറ്റി അംഗം PN സലീം, ബ്രാഞ്ച് മാനേജർ രേഖ തോമസ്, CPIM ഏരിയ കമ്മിറ്റി അംഗം ജുബൈരിയ ഐസക്, മുൻ പ്രസിഡന്റ് R സുകുമാരൻ, ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ, CPIM ലോക്കൽ സെക്രട്ടറി CV ഐസക്, ഭരണസമിതി അംഗം ബിനേഷ് KV, പഞ്ചായത്ത് മെമ്പർമാർ, മുൻ പ്രസിഡന്റുമാർ, ബാങ്ക് ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. സഹകരണ ബാങ്ക് എല്ലാ വർഷവും SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാറുണ്ട്. അവർക്ക് ക്യാഷ് അവാർഡും ബാങ്കിൻ്റെ മെമ്മൻറ്റോയുമാണ് എല്ലാ വർഷവും നൽകുന്നത്. ഇത്തവണ 100ഓളം വിദ്യാർത്ഥികളാണ് ഫുൾ A+ നേടി ഈ അംഗീകാരത്തിന് അർഹത നേടിയിട്ടുള്ളത്. ഇതിൽ പങ്കാളികളാകുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ബാങ്കിൽ അവരുടെ പ്രത്യേകം അക്കൗണ്ട് തുറന്നാണ് ഈ പരിപാടിയിലേക്ക് അവരെ സഹകരിപ്പിക്കുന്നത്. നാടിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന ഭാവി തലമുറയെയാണ് നമ്മൾ ഈ മികച്ച വിദ്യാഭ്യാസ നേട്ടത്തിലൂടെ പരിഗണിക്കുന്നത്. തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസം നേടി നമ്മുടെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവിക്ക് വലിയ സംഭാവന നൽകാൻ കഴിയുന്നവരായി ഇവർ മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിങ് പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് വൈവിധ്യങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു തിളക്കമാർന്ന മുഖമാണ് ഈ അവാർഡ് ദാന ചടങ്ങ്. ബാങ്കിൻ്റെ കർഷക കലവറ ഈ കഴിഞ്ഞ മാസമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്കിൽ ഇനി ഒരു സേവന കേന്ദ്രം കൂടി തുടങ്ങാൻ വേണ്ടി ബാങ്ക് ഇപ്പോൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. നൂതനങ്ങളായ വിവിധ പരിപാടികൾ പുതിയ രൂപത്തിൽ ഈ നാടിൻ്റെ സഹകാരികളുടെ ആകെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ വളർത്തിയെടുക്കണം, മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളും സഹകാരികളും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ ബാങ്കിനൊപ്പം സഹകരിക്കുന്നു, കൈകോർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്
തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പാക്കാനും ബാങ്കിന് കഴിയുന്നത്. നാളെയും ഈ സഹകരണവും പിന്തുണയും ഈ നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളുടെയും സഹകാരികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. PS പണിക്കർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ജില്ലയിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കാണ് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക്. 6 പതിറ്റാണ്ടിലധികമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഈ ബാങ്കിൽ 29,000-ലധികം മെമ്പർമാർ ഉണ്ട്. 210 കോടിയാണ് നിക്ഷേപ ബാക്കി നിൽപ്പ് തുക. 4 ബ്രാഞ്ചുകളിലായി വളം ഡിപ്പോ, പച്ചക്കറി സ്റ്റാൾ, കൃഷിയിടങ്ങൾ, നീതി ലാബ്, സഹകരണ സൂപ്പർ മാർക്കറ്റ് എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നു. പുനർജനി കൃഷി വ്യാപന പദ്ധതി, സ്പർശം പെൻഷൻ പദ്ധതി എന്നിവ ബാങ്ക് വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതികളാണ്. വിദ്യാർത്ഥി നിക്ഷേപ പദ്ധതി, സമ്പാദ്യം സൗഭാഗ്യം, മുറ്റത്തെ മുല്ല, ലിങ്കേജ് കുടുംബശ്രീ വായ്പകൾ, പച്ചക്കറി തൈകളുടെ വിതരണം, സ്കൂൾ മാർക്കറ്റ് എന്നിവയെല്ലാം ബാങ്കിന്റെ വികസന പദ്ധതികളിൽ ഉൾപ്പെടുന്നു. എല്ലാ വർഷവും ലാഭവിഹിത വിതരണവും നടത്തുന്നുണ്ട്. 22 പെയ്ഡ് സ്റ്റാഫുകളുള്ള ബാങ്കിൽ ആകെ 70 ജീവനക്കാരും 15 അംഗ ഭരണസമിതിയും പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോ അതല്ലെങ്കിൽ ഡോക്ടർമാരോ അത് കഴിഞ്ഞ് ഗവേഷകരോ അതല്ല വീട്ടിൽ ചുമ്മാതിരിക്കുന്നവരോ ഏതാണോ ആകേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ ഇവിടെ നിന്ന് ആദരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് സന്തോഷമില്ലേ? പരിഗണന അല്ലേ, അതൊരു സന്തോഷം നൽകുന്നു. അവഗണന നിരാശ നൽകുന്നു. നിങ്ങൾ എല്ലായിടത്തും പരിഗണിക്കപ്പെടണം. അതുകൊണ്ട് മികച്ച വിജയം നിങ്ങൾ കൈവരിച്ച് ഇതുപോലെ പല ചടങ്ങുകളിൽ ആദരിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം. ഒപ്പം തന്നെ നമ്മളൊരു തൊഴിൽ നേടിയെടുക്കണം. നമുക്കുള്ള പ്രധാനപ്പെട്ടതാണ് തൊഴിൽ. അത് ആൺകുട്ടികൾക്ക് നിർബന്ധമായിട്ട് വേണമല്ലോ. പക്ഷെ പുതിയ കാലത്തിൽ പെൺകുട്ടികൾക്കും തൊഴിൽ വേണം. പണ്ടെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രഹനാഥൻ ജോലിക്ക് പോകും, അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ട് ഗ്രഹനാഥ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട് കൊണ്ടുപോകുന്ന ഒരു കൾച്ചറായിരുന്നു നമുക്ക്. അത് മാറി. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.